നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഏപ്രിൽ 15 വിഷു. കൃഷിയെയും കൃഷിക്കാരനെയും ഓർമ്മിക്കാൻ മലയാളികൾക്ക് ഒരു ദിവസം കൂടി വന്നെത്തി. പ്രിയദർശിനി കൾച്ചറൽ സൊസൈറ്റി വിഷുദിനാഘോഷം താണിക്കുടം സ്കൂളിൽ മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. താണിക്കുടം ഭഗവതി ക്ഷേത്രത്തിൽ വിഷു സംക്രമവേല ഏപ്രിൽ 14-ന്. ഉമ്മൻചാണ്ടി സ്മാരക ട്രസ്റ്റ് വിഷു ആഘോഷത്തിന്റെ ഭാഗമായി ട്രസ്റ്റിലെ മഹിളാ കോൺഗ്രസ് അംഗങ്ങൾക്കും മണലിത്തറ പ്രദേശത്തെ നിർധനർക്കും പച്ചക്കറി കിറ്റ് വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. ഏപ്രിൽ 15-ന് വിഷു. കൃഷിയെയും കൃഷിക്കാരനെയും ഓർമ്മിക്കാൻ മലയാളികൾക്ക് ഒരു ദിവസം കൂടി. കാർഷിക ദുരിതങ്ങൾ പെയ്യുന്നു. മലയാള മണ്ണിൽ വീണ്ടും വിത്തിറക്കലിന്റെ ഓർമ്മകളുമായാണ് വിഷുദിനം. കൃഷി ഓർമ്മകളായി മാറുമ്പോൾ വിഷുവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ നേരിയ നൊമ്പരം ഉണർത്തുന്നുണ്ട്. കേരളീയരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൃഷിയുമായി ബന്ധപ്പെട്ടാണ്. ഋതുസംക്രമങ്ങളെ ഓണവും വിഷുവും തിരുവാതിരയും ഞാറ്റുവേലകളും ഒക്കെ ആക്കിയ കാർഷിക സംസ്കാരം നമ്മുടെ സവിശേഷതകളായിരുന്നു. മലയാളിയുടെ അടിസ്ഥാന ജീവിത സംസ്കാരം കാർഷിക വൃത്തിയുടേതാണ്. ഇന്നവയെല്ലാം വെറും പഴങ്കഥകൾ. കാർഷിക ജീവിത വ്യവസ്ഥയുടെ അടിസ്ഥാന ശീലങ്ങളും സൗകര്യങ്ങളും നമ്മളെ വിട്ടൊഴിഞ്ഞു പോകുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. തൊഴുത്തും കയ്യാലയും തേമാലി കൃഷിയും പടിക്കൽ പാടശേഖരങ്ങളുമായി കിടന്ന നമ്മുടെ ഗ്രാമജീവിത നന്മകളെല്ലാം എന്നേക്കുമായി മാഞ്ഞുകൊണ്ടിരിക്കുന്നു. നെല്ലും നെൽപ്പാടങ്ങളും കൊയ്ത്തും കൊയ്ത്തുപാട്ടും പുഞ്ചവയൽ ചിറ ഉറപ്പിക്കുന്ന തോറ്റംപാട്ടും കേരള മക്കൾക്ക് വെറും ഓർമ്മകളായി. ഏക്കറോളം നെൽപ്പാടങ്ങളും വീടിനേക്കാൾ വലിയ തൊഴുത്തും നിറയെ കന്നുകാലികളും 2-3 വൈക്കോൽ തുറുവും വിത്ത് സൂക്ഷിക്കുന്ന പത്തായങ്ങളും നെല്ല് സംഭരിക്കുന്ന അറമുറിയും ഗതകാല കാർഷിക സമൃദ്ധിയുടെ സാക്ഷ്യങ്ങളായിരുന്നു. ഇന്നവ വെറും ഓർമ്മകൾ മാത്രം. ഓണം ആഹ്ലാദകരമായ കൊയ്ത്തുത്സവമായിരുന്നുവെങ്കിൽ വിഷു കൃഷിക്കായി വയലിൽ ഇറങ്ങുന്ന കർഷകന്റെ ഉത്സവമാണ്. കാർഷിക വൃത്തിയെ പുച്ഛിക്കുന്ന പരിഷ്കൃത നാഗരികതയുടെ കാപട്യമാണ് ഇന്ന് നമ്മുടെ പൊങ്ങച്ചം. ഈ കാപട്യത്തിനെതിരെ പാടത്തിറങ്ങി മണ്ണിൽ പടവെട്ടി പൊന്നു വിളയിക്കുന്ന പരമ്പരാഗത കൃഷിക്കാരിൽ ചിലരെങ്കിലും ഇനിയുമുണ്ട് എന്നതിനാൽ നമുക്ക് ആശ്വസിക്കാം. കൃഷി ഓർമ്മകളായി ചുരുങ്ങുമ്പോൾ വിഷുവിന്റെ പ്രാധാന്യം ഏറെയാണ്. ഇന്നത്തെ തലമുറയ്ക്ക് കാർഷിക വൃത്തിയിൽ താല്പര്യമില്ല. മണ്ണിന്റെയും വിയർപ്പിന്റെയും ഗന്ധം പുതുതലമുറയ്ക്ക് ഇഷ്ടമല്ല. മാത്രമല്ല, കൃഷിപ്പണിക്ക് മലയാളികളെ കിട്ടാനില്ല. ഇന്നെന്തും വിലയ്ക്ക് വാങ്ങാനാണ് താല്പര്യം. ഒരു കാലത്ത് ചെമ്പാവും ചേറാടിയും ജ്യോതിയും പുഞ്ചയും വിളഞ്ഞിരുന്ന നെൽപ്പാടങ്ങളിൽ ഇന്ന് നിറയെ കോൺക്രീറ്റ് സൗധങ്ങൾ വെല്ലുവിളി പോലെ തല ഉയർത്തി നിൽക്കുന്നു. ഒരു തിരുശേഷിപ്പായി അവശേഷിക്കുന്ന ഈ മണ്ണ് നമ്മുടെ ഹൃദയമായി കരുതിവെക്കാം. അതിൽ വിത്തിറക്കാനുള്ള മനസ്സ് കാത്തു സൂക്ഷിക്കാം. വിഷുപക്ഷിയുടെ വരവും വിത്തും കൈക്കോട്ടും വിളി പോലും ഇന്ന് അന്യം നിന്ന ഈ കെട്ടകാലത്തിനെ മനസ്സാ ശപിക്കാതെ എല്ലാം നന്മയ്ക്കാണെന്ന് കരുതി ഇനിയും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം മറ്റൊരു വിഷുവിനായി. എല്ലാ പ്രേക്ഷകർക്കും ഐശ്വര്യവും സമൃദ്ധിയും സമാധാനവും സന്തോഷവും നിറഞ്ഞ CTV ന്യൂസിന്റെ വിഷു ആശംസകൾ നേരുന്നു. ഉമ്മൻചാണ്ടി സ്മാരക ട്രസ്റ്റ് വിഷു ആഘോഷത്തിന്റെ ഭാഗമായി ട്രസ്റ്റിലെ മഹിളാ കോൺഗ്രസ് അംഗങ്ങൾക്കും മണലിത്തറ പ്രദേശത്തെ നിർധനർക്കും പച്ചക്കറി കിറ്റ് വിതരണം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ ജോഫി ചെറിയത്ത് അധ്യക്ഷനായി. AR കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമ്മാട്ടിൽ സ്വാഗതം ആശംസിച്ചു. സതീഷ് തിരുത്തിന്മേൽ, രാജൻ കളരിക്കൽ, സജി പെരുംതാണി, മഹിളാ കോൺഗ്രസ് അംഗങ്ങളായ അനിത തിരുത്തിന്മേൽ, അനന്യ കിഴക്കേതിൽ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ പൂരം വന്നപ്പോഴും നമ്മൾ ഇതേമാതിരി പച്ചക്കറി കിറ്റുകൾ, കാരണം ഈ ഹിന്ദു ഉത്സവങ്ങൾക്കൊക്കെ പച്ചക്കറിയാണ് കൂടുതൽ. അതിൻ്റെ പേരിൽ മാന്യമായ ഒരു 7-8 കിലോ കുറയാത്ത ഒരു ഭക്ഷ്യ കിറ്റ് നമ്മൾ വളരെ വളരെ താഴ്ന്ന നിൽക്കുന്ന ആൾക്കാർക്കും അതുമാതിരി തന്നെ ഇതിൽ പ്രവർത്തിക്കുന്ന വനിതകൾക്കുമായി കൊടുക്കുവാൻ വേണ്ടി മണലിത്ര ഉമ്മൻചാണ്ടി സ്മാരക ട്രസ്റ്റ് എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളം കണ്ട മുഖ്യമന്ത്രി എന്നല്ല, ലോകരാഷ്ട്രങ്ങളുടെ അംഗീകാരത്തോടു കൂടി ഏറ്റവും നല്ല മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പ്രവർത്തികൾ മണലിത്ര ചെയ്യുന്നത്. ഇതിനുവേണ്ടി എത്തിച്ചേർന്ന എല്ലാവർക്കും മണലിത്ര ഉമ്മൻചാണ്ടി സ്മാരക ട്രസ്റ്റിൻ്റെ പേരിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും അതുപോലെ തന്നെ ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താണിക്കുടം ഭഗവതി ക്ഷേത്രത്തിൽ വിഷു സംക്രമവേല ഏപ്രിൽ 14-ന് രാവിലെ 7-ന് നവകം, പഞ്ചഗവ്യം, അഭിഷേകം തുടങ്ങിയ ചടങ്ങുകൾക്കു ശേഷം ഉച്ചയ്ക്ക് 3 മണിക്ക്
ഗജവീരന്മാരുടെ എഴുന്നള്ളിപ്പ്, തുടർന്ന് കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിൽ മേളം. വൈകിട്ട് 6-ന് താണിക്കുടം തെക്കുംപുറം സംഘടിപ്പിക്കുന്ന കാളവേല, മുടിവേലയും നടക്കും. രാത്രി 9-ന് കൊട്ടാരപ്പടി, നെട്ടിശ്ശേരി, പനങ്ങാട്ട് എന്നീ ദേശക്കാരുടെ കുതിര എഴുന്നള്ളിപ്പും ആറാട്ടുപുഴക്കാരുടെ കാളവേലയും കൊണ്ടാടും. രാത്രി 10-ന് തൃപ്രയർ രമേശ് മാരാർ നയിക്കുന്ന പഞ്ചവാദ്യം. പുലർച്ചെ 1 മണിക്ക് വടക്കുംപുറം ദേശക്കാരുടെ കുതിരയെഴുന്നള്ളിപ്പ്. ഏപ്രിൽ 15 വിഷുദിനത്തിൽ രാവിലെ 4-ന് വിഷുക്കണി വിശേഷാൽ പൂജകളോടുകൂടി വേല സമാപിക്കും. പ്രിയദർശിനി കൾച്ചറൽ സൊസൈറ്റിയുടെ വിഷുദിനാഘോഷം ഏപ്രിൽ 14-ന് താണിക്കുടം സ്കൂളിൽ മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. പ്രിയദർശിനി കൾച്ചറൽ സൊസൈറ്റി പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി അധ്യക്ഷനായിരുന്നു. മുൻ MLA MP വിൻസെന്റ്, ചിറക്കക്കോട് ഇളങ്ങണ്ണൂർ മനയിലെ സദാനന്ദൻ നമ്പൂതിരി, ജോൺസൺ മല്ലിയത്ത്, VS പ്രദീപ് എന്നിവർ പങ്കെടുത്തു. ഏറ്റവും മാതൃക കാണിച്ച ഒരു പ്രസ്ഥാനമാണ്. ഈ കഴിഞ്ഞ വർഷം ചെറിയൊരു പരിപാടിയാണ് അതിനെപ്പറ്റി നമുക്ക് സംഘടിപ്പിച്ചത്. പ്രിയപ്പെട്ട CN ബാലകൃഷ്ണനുള്ള കാലത്ത് വലിയൊരു പരിപാടി മുണ്ടശ്ശേരി മോളിൽ തൃശ്ശൂർ വെച്ച് നടത്താനായിട്ട് സാധിച്ചു. കാരണം ഇതൊന്നും നടക്കുന്നില്ല. ബഹുമാനായ രമേശന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് 2022-ന് കരുവാങ്കാട് വിമലഗിരി സ്കൂളിൽ വെച്ച് ഇതിനേക്കാളും വലിയ വിപുലമായ പരിപാടികളോടെ നമ്മൾ പെട്ടെന്ന് ചെയ്തു. ഇലക്ഷന്റെ തിരക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേണ്ടോ ആലോചിച്ചതിന് ശേഷം എടുത്തൊരു തീരുമാനമാണ്. മാസം 2 ദിവസമേ ആയിട്ടുള്ളൂ ഫൈനൽ ചെയ്തിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് അറിയാം, അതിലേക്ക് ഫോണിൽ വിളിച്ചു. അപ്പോൾ 2022-ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള പ്രിയപ്പെട്ട രമേശ് നമ്മൾ ഈ വിഷു പരിപാടി അല്ലെങ്കിൽ വിഷു പരിപാടി ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ പലരും അതിൽ പങ്കെടുക്കുന്നതാണ്. ഞങ്ങൾ കണ്ടുനടക്കുന്ന സംഘടനയ്ക്ക് ഒപ്പം തന്നെ അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഈ തിരക്കുകളിലും വന്നു ചേർന്നത് ഞാൻ വളരെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. വളരെ വൈകി, സുന്ദരന്റെ കുറ്റമല്ല, എൻ്റെ ഇടയ്ക്ക് വന്നിയാവുന്ന വ്യക്തിപരമായ ഒരാവശ്യം കാരണം വൈകിയതാണ്. എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രസംഗം നടത്തുന്നതിന് ബുദ്ധിമുട്ടിക്കുന്നില്ല. പ്രിയദർശിനി കൾച്ചറൽ സൊസൈറ്റി കഴിഞ്ഞ കുറേ കാലമായി ഈ വിഷുദിന ആഘോഷ പരിപാടികൾ നടത്തി വരികയാണ്. ഞാൻ അപ്പുറത്തെ സ്കൂളിൽ വെച്ച് നടത്തിയ 5 വർഷം മുമ്പ് നടത്തിയ പരിപാടിയിലും ഞാൻ പങ്കെടുത്തതാണ്. അപ്പോൾ എല്ലാ വർഷവും വിഷുദിനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്ന പ്രിയദർശിനി കൾച്ചറൽ സൊസൈറ്റി ആദ്യമായി അഭിനന്ദിക്കുക. വിഷു എന്നത് നമ്മുടെ കർഷക സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ആക്ച്വലി ഇതൊരു കാർഷിക ഉത്സവമാണ്.
വിളവെടുപ്പ് കഴിഞ്ഞാൽ ആളുകൾ, കർഷകർ സന്തോഷപൂർവ്വം ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് വിഷു എന്ന് പറയുന്നത്. ഇത് ഓരോ പേരാണ്. ഓരോ പഞ്ചാബിൽ ബൈശാഖി എന്നാണ് ഇതിൻ്റെ പേര്, ആസാമിൽ ബിഹു എന്നാണ് ഇതിൻ്റെ പേര്, തമിഴ്നാട്ടിൽ പൊങ്കൽ എന്നാണ് ഇതിൻ്റെ വിളിക്കുന്നത്. അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും അവരുടേതായ പേര് കാർഷിക വിളവെടുപ്പിന് ശേഷം വിഷു പോലെയുള്ള ഉത്സവങ്ങൾ നടത്തി വരാറുണ്ട്. അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ആക്ച്വലി ഒരു വർഷം തുടങ്ങുന്നത്, മലയാളത്തിലെ ഒരു വർഷം തുടങ്ങുന്നത് വിഷുവിനാണ്. അടുത്തൊരു വർഷം മലബാറിൽ ഓണത്തേക്കാൾ നന്നായി ആഘോഷിക്കുന്ന വിഷുവാണ്. അത്തരം പ്രാധാന്യം ഈ വിഷുവിനുണ്ട്. എല്ലാവരും വിഷുവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങുന്ന ഈ സന്ദർഭത്തിൽ ഇങ്ങനെ വിഷുവിന് ആഘോഷ പരിപാടി സംഘടിപ്പിക്കാനുള്ള തീരുമാനം നന്നായി. ഇവിടെ ബഹുമാനായ എല്ലാ വ്യക്തികളും ഇവിടെയുണ്ട്. ഈ വിഷു പുതിയ വർഷമാകുമ്പോൾ എല്ലാവർക്കും നവവത്സര ആശംസകൾ, വിഷുവിൻ്റെ ആശംസകൾ ഞാൻ നേരുന്നു. അടുത്ത ഒരു വർഷം എല്ലാവർക്കും സന്തോഷമുണ്ടാകട്ടെ, ആഹ്ലാദമുണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകൾ നാം ഇട്ട് വരട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ആശംസിക്കാറുള്ളത്. ഇന്ത്യൻ അക്കാദമിക് ലൈബ്രറി അസോസിയേഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു. ലൈബ്രറി മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഇന്ത്യൻ അക്കാദമിക് ലൈബ്രറി അസോസിയേഷൻ അവാർഡിന് ബംഗളൂരു ധർമാറാം വിദ്യാക്ഷേത്രം സർവകലാശാലയിലെ ചീഫ് ലൈബ്രറിയനും ഫാക്കൽറ്റി അംഗവുമായ ഫാദർ ഡോക്ടർ ജോൺ നീലങ്കാവിൽ CMIയും നല്ല ലൈബ്രറിയന്മാരായി തമിഴ്നാട് കാരക്കുടി അളഗപ്പ സർവകലാശാലയിലെ ഡോക്ടർ P. മുത്തുമാരി, കോയമ്പത്തൂർ കാരുണ്യ സർവകലാശാലയിലെ ഡോക്ടർ മേഴ്സി ലിഡിയ, തൃശൂർ എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് കോളേജിലെ UGC ലൈബ്രറിയൻ വിനീത ഡേവിസ് എന്നിവരെയും തെരഞ്ഞെടുത്തു. ഇന്ത്യയിലെ ലൈബ്രറികളുടെ പിതാവ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഫാദർ ഡോക്ടർ ജോൺ വിവിധ സംസ്ഥാനങ്ങളിലായി 200ഓളം സർക്കാർ സർവകലാശാല കോളേജ് ലൈബ്രറികൾ നവീകരിക്കാനും ആധുനിക സേവനങ്ങളിലൂടെ പഠന ഗവേഷണ പ്രസിദ്ധീകരണ മേന്മ ഉയർത്താനും നൽകിയ വിശിഷ്ടമായ സംഭാവനകൾ പരിഗണിച്ചാണ് അവാർഡിന് തെരഞ്ഞെടുത്തത്. തൃശൂർ സെന്റ് തോമസ് കോളേജ്, സർക്കാർ മെഡിക്കൽ കോളേജ്, കോഴിക്കോട് ദേവഗിരി കോളേജ്, പ്രൊവിഡൻസ് കോളേജ്, കൊച്ചിയിലെ പ്രതിരോധ ഗവേഷണ ലൈബ്രറി തുടങ്ങി അനേകം ലൈബ്രറികൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കപ്പെട്ടു. സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡിന് 20,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും സമ്മാനിക്കും. തെരഞ്ഞെടുപ്പ് പര്യടന കാലത്ത് പ്ലാസ്റ്റിക് ബോട്ടിലും ബക്കറ്റിലും കൊട്ടി തന്നെ സ്വീകരിച്ച കൊച്ചുകുട്ടികൾക്ക് വാദ്യോപകരണങ്ങൾ വാങ്ങി നൽകി കെ രാജൻ. കഴിഞ്ഞ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒല്ലൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ രാജന്റെ സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ ഭാഗമായി ചിറക്കുന്നിലെത്തിയപ്പോൾ പ്രദേശത്തെ കുറച്ച് മിടുക്കന്മാരായ കുട്ടികൾ കയ്യിൽ കിട്ടിയ ബക്കറ്റും ബോട്ടിലുമെല്ലാമായി താളം കൊട്ടി സ്വീകരിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ വാദ്യോപകരണങ്ങൾ വാങ്ങിക്കൊടുക്കാമെന്ന് കെ രാജൻ കുട്ടികൾക്ക് വാക്ക് നൽകിയിരുന്നു. പറഞ്ഞതുപോലെ വിഷുവിന് മുൻപ് തന്നെ വാദ്യോപകരണങ്ങളുമായി കെ രാജൻ ചിറക്കുന്നിലെത്തി. തുടർന്ന് കുട്ടികളുമായി സന്തോഷം പങ്കുവച്ചു. ചിറക്കുന്നിൽ സ്വീകരണത്തിന് സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോഴല്ല, പലതവണ വന്നിട്ടുണ്ട്. പലരുടെയും സ്വീകരണത്തിന് സ്ഥാനാർത്ഥികളോടൊപ്പം വന്നിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ, ജിജിയുടെ തെരഞ്ഞെടുപ്പിൽ വീട് വീടാന്തരം ഇവിടെ കയറി ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു പുതിയ സ്ഥലമോ പുതിയൊരു ചിന്തയല്ല. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ആ കുട്ടികളന്ന് നമ്മളെ വീട് വീടാന്തരം കയറി ഇറങ്ങി പ്രധാനപ്പെട്ട കേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ ഇവരുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം വെച്ച് അതിഗംഭീരമായിട്ടുള്ള മേളം നടത്തുകയാണ്. ഞാൻ താഴത്തെ വീടുകളിൽ നിന്ന് കയറി വരുമ്പോൾ ഈ ശബ്ദം കേട്ടു. ഞാൻ വിചാരിച്ചു ഇതിനിടയിൽ ഇവരാരോ നാസിക് ഡോൾ അറേഞ്ച് ചെയ്തിട്ട് കൊണ്ടുവന്ന് നിർത്തിയതായിരിക്കും എന്ന് കരുതി. അത്ര ഗംഭീരമായിട്ടുള്ള താളം. വന്നു നോക്കിയപ്പോൾ വല്ലഭന് പുല്ലുമായതെന്ന് പറഞ്ഞതുപോലെ അവരുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള വേസ്റ്റ് ടിന്നുകളും വെള്ളം കൊണ്ടുവന്ന് വയ്ക്കുന്ന ടംബ്ലറും ഒക്കെ മറച്ചും തിരിച്ചും വെച്ച് ഏറ്റവും മനോഹരമായിട്ട് കൊട്ടുകയാണ്. അപ്പോൾ തന്നെ ഞാൻ വല്ലാതെ അത്ഭുതത്തോട് കൂടിയിട്ടാണ് ഈ കാര്യം ആലോചിച്ചത്. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു.
ഞാൻ അവരോട് പറഞ്ഞു ഗംഭീരമായിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ പോകാനുള്ള തെരഞ്ഞെടുപ്പ് തിരക്കിലാണ്. അത് കഴിഞ്ഞ് ഇവിടെ സ്വീകരണത്തിന് വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇനി നമുക്ക് വിഷുവിന് മുമ്പ് എന്തായാലും നിങ്ങൾക്ക് പുതിയതായിട്ട് കൊട്ടാനുള്ള സാധനങ്ങൾ തന്നെ ഉറപ്പായിട്ട് മേടിച്ചുതരാം. ഞാൻ പ്രവീണിനോടും പറഞ്ഞു ഇത് ഒന്ന് കോർഡിനേറ്റ് ചെയ്യണം അടിയന്തരമായി. അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞു, അതിനകത്ത് താഴത്ത് കുറിപ്പ് എഴുതി, ഈ ഒല്ലൂരിൽ കണ്ട വികസനം ഭയങ്കരമാണ്, പക്ഷേ ഈ മക്കൾക്കൊരു കൊട്ടാനുള്ള ഉപകരണങ്ങൾ മേടിച്ചു കൊടുത്താൽ ഇവരത്ര വലിയ പ്രതിഭകളായിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടുമാണ് നമ്മുടെ നാട്ടിലെ പ്രതിഭകളായിട്ടുള്ളൊരു പക്ഷം ആളുകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെയൊക്കെ സംഭാവന ആ കാര്യത്തിൽ വേണം. അതുകൊണ്ട് വിഷുവിന് മുമ്പ് തന്നെ അവർ 4-5 പേരുണ്ട്, അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ മേടിക്കാമെന്ന് പറഞ്ഞു. വേറെ പ്രവീണുമായിട്ട് ആ കാര്യം സംസാരിച്ചു, മേടിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി. നാളെ വിഷുവാണ്, അപ്പോൾ ഇന്ന് തന്നെ കൊടുത്താൽ അവർക്കതിൻ്റെ ഒരു സൗകര്യം ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് തന്നെ കൊടുക്കുന്നത്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, മനുഷ്യൻ്റെ മനസ്സിലൊരു താളബോധം ഉണ്ടാവുക എന്നുള്ളത് ഒരു സാമാന്യ മനുഷ്യൻ്റെ ഏറ്റവും ഉയർന്ന ബോധമാണ്. ഒരു താളബോധം ഉണ്ടാവുക. നമ്മളിങ്ങനെ ആളുകളോട് ദേഷ്യപ്പെടാനും ശത്രുത വയ്ക്കാനും പരസ്പരം വിരോധം വയ്ക്കാനും മാത്രം ആഗ്രഹിക്കാതെ ഒരു താളബോധത്തോടെ സർഗാത്മകതയോടെ ഉള്ള ഒരു നല്ല തലമുറ വളർന്നു വരുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. നാളെ ചിലപ്പോൾ ചറക്കുന്ന് അറിയപ്പെടാൻ പോകുന്നത് ഈ താള കലാകാരന്മാരുടെ പേരിലായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ സന്തോഷപൂർവ്വം അവർക്ക് പ്രിയപ്പെട്ട ഉപകരണങ്ങൾ കൊടുക്കാൻ വേണ്ടി അവസരം ഉണ്ടാവും. നന്നായിരിക്കുന്നു. എപ്പോഴാണ് ഉന്നോട് ഇത് മേടിച്ചേരാന്ന് പറഞ്ഞത്? കഴിഞ്ഞടുത്ത് ഇവിടെ ഒരു ഉദ്ഘാടനം ചെയ്യാമെന്നുണ്ടായിരുന്നു രാജേട്ടൻ, അന്നാണ് പറഞ്ഞത് മേടിച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്താ രാജാനോട് പറയാനുള്ളതുണ്ടാ? ഒന്നും പറയില്ല. ഹാപ്പി വിഷയിൽ പറയാലോ. ഹാപ്പി വിഷു രാജാനോട് പറയും. ഹാപ്പി വിഷു എല്ലാരും പറയാം ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഉഷാറായിട്ട് പ്രാക്ടീസ് ചെയ്യട്ടോ. പിടിച്ചോ ഇനി അടുത്ത ആളാരാ? അതിന് കോല് കൊടുക്കുമോനെ? മാറി നീങ്ങോ. കൊട്ടിക്കോ മാറി കൊട്ടിക്കോ. കേരളം ചുട്ടുപൊള്ളുകയാണ്, ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് വീണ്ടും താപനില ഉയരുകയാണ്. വയനാട്, ഇടുക്കി ജില്ലകളൊഴികെ 12 ജില്ലകളിൽ വരും ദിവസങ്ങളിലും യെല്ലോ അലർട്ടാണ്. പാലക്കാട് ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയർന്നേക്കും. വധശ്രമക്കേസിലെ പ്രതിയെ ലുക്കൌട്ട് സർക്കുലർ പ്രകാരം മുംബൈ എയർപോർട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. വ്യക്തിവൈരാഗ്യം മൂലം കൊടുങ്ങല്ലൂർ പടാക്കുളത്ത് വെച്ച് കാവിൽക്കടവ് സ്വദേശി അഭിജിത്തിനെയും സുഹൃത്തിനെയും ഇടിക്കട്ട കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടപ്പുറം സ്വദേശി കുരിയാപ്പള്ളി വീട്ടിൽ അൻസലിനെയാണ് മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് ലുക്കൌട്ട് സർക്കുലർ പ്രകാരം പിടിയിലായത്. ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374.
35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. 2 സ്ഥാപനങ്ങളിൽ മുക്കുപണ്ടം പണയം വെച്ച് 3 ലക്ഷത്തോളം രൂപ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി പിടിയിൽ. മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതി അവണിശ്ശേരി സ്വദേശി കുറുവത്ത് വീട്ടിൽ ഉരുക്ക് എന്ന് വിളിക്കുന്ന ശ്രീജിത്തിനെയാണ് ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒല്ലൂരിലെ ചെറുകുന്ന് ഫിനാൻസ് എന്ന സ്ഥാപനത്തിൽ നിന്നും സ്വർണമാലയെന്ന് തെറ്റിദ്ധരിപ്പിച്ച് 20.500 ഗ്രാം തൂക്കം വരുന്ന മുക്കുമാല പണയം വെച്ച് 1 ലക്ഷം രൂപ വാങ്ങി തട്ടിപ്പ് നടത്തി. പിന്നീട് മുക്കുമാലയാണെന്ന് മനസ്സിലായപ്പോൾ ഒല്ലൂർ സ്റ്റേഷനിൽ പരാതി നൽകി. അതിനുശേഷം മറ്റൊരു പരാതി കൂടി ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പ്രതിക്കെതിരെ സമാന രീതിയിൽ തട്ടിപ്പ് രജിസ്റ്റർ ചെയ്തു. മറ്റൊരു കേസിൽ അന്വേഷണത്തിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ കോവളത്ത് നിന്ന് പിടികൂടി. പ്രതിക്കെതിരെ നെടുപുഴ, ഒല്ലൂർ ടൗൺ ഈസ്റ്റ്, ചേർപ്പ്, പുതുനഗരം എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി 21ഓളം കേസുകൾ നിലവിലുണ്ട്. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഡോക്ടർ BR അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് പട്ടികജാതി ക്ഷേമ സമിതി വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തലും ഫോട്ടോയിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും വടക്കാഞ്ചേരി MLA സേവർ ചുറ്റിലപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് PA ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി NK പ്രമോദ് കുമാർ സ്വാഗതവും രാജൻ നന്ദിയും അറിയിച്ചു. AK സുരേന്ദ്രൻ, TR രജിത്, VA സുരേഷ്, ഡോക്ടർ ശശിധരൻ, സുമന സുഗതൻ, വത്സല PK, നഗരസഭാ കൌൺസിലർ MM മഹേഷ്, സിന്ധു സോമൻ എന്നിവർ സംസാരിച്ചു. 135ാം ജയന്തി ഈ ഘട്ടത്തിൽ നാം ആചരിക്കുകയാണ്. നേരത്തെ ഇവിടെ പ്രിയപ്പെട്ട പ്രമോദ് സൂചിപ്പിച്ച പോലെ ഇന്ത്യയിലെ ദളിത് മോചനത്തിന് വേണ്ടിയുള്ള വലിയ പോരാട്ടമാണ് ഭരണഘടനാ ശില്പി കൂടിയായ ഡോക്ടർ BR അംബേദ്കർ നിർവഹിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഭരണഘടനാ ശില്പി എന്നതിൻ്റെ അപ്പുറത്ത് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കെടുക്കുകയും പ്രത്യേകിച്ച് തൊഴിലാളി വർഗത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള നിരന്തരമായ ഇടപെടലുകൾക്കും പ്രക്ഷോഭങ്ങൾക്കും നേതൃത്വപരമായ പങ്കുവഹിച്ച അംബേദ്കർ തീർച്ചയായും ഏറ്റവും പാവപ്പെട്ടവർക്ക്, അടിത്തട്ടിലുള്ളവർക്ക് ജാതീയമായ വിവേചനവും തൊഴിൽപരമായ അസമത്വവും പരിഹരിക്കുന്നതിന് വേണ്ടി നിരന്തരമായി ഇടപെട്ട ഒരു വ്യക്തിത്വമാണ്.
അംബേദ്കർ ദിനത്തോടനുബന്ധിച്ച് PKSന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ മുഴുവൻ ഏരിയ ലോക്കൽ കേന്ദ്രങ്ങളിലും പതാക ഉയർത്തിയും പുഷ്പാർച്ചന നടത്തിയും അനുസ്മരണങ്ങൾ സംഘടിപ്പിച്ചു. തൃശൂർ ടൌണിൽ CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. PKS ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ അധ്യക്ഷത വഹിച്ചു. KSKTU ജില്ലാ സെക്രട്ടറി TK വാസു, PKS ജില്ലാ സെക്രട്ടറി KV രാജേഷ്, PA പുരുഷോത്തമൻ, PA ലജുക്കുട്ടൻ, TK സുമ, നാരായണൻകുട്ടി, സതീഷ് ചന്ദ്രൻ, സുരേഷ് പുളിക്കൻ എന്നിവർ സംസാരിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ M ബാലാജി കുന്നംകുളത്തും സേവർ ചിറ്റിലപ്പള്ളി വടക്കാഞ്ചേരിയിലും, PKS സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ശിവരാമൻ കൊടകരയിലും, ഡോക്ടർ MK സുദർശൻ മണ്ണുത്തിയിലും, UR പ്രദീപ് വള്ളത്തോൾ നഗറിലും, KA വിശ്വംഭരൻ നാട്ടികയിലും, ചേലക്കരയിൽ C ഗോപദാസും, കൊടുങ്ങല്ലൂരിൽ CK ഉണ്ണികൃഷ്ണനും, ഒല്ലൂരിൽ ശരത് ശങ്കറും, മണലൂരിൽ സജീന്ദ്രനും, PKS സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ശിവരാമൻ കൊടകരയിലും, ചേർപ്പിൽ TV മദനമോഹനൻ മാഷും, ഇരിങ്ങാലക്കുടയിൽ MV ഷൈനും ഉദ്ഘാടനം നിർവഹിച്ചു. ഇടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകളിലേക്ക് വീണ്ടും. ഇന്ദിരാ പ്രിയദർശിനിയുടെ ധീരമായ ജീവിതം ഇന്നത്തെ യുവാക്കൾക്ക് പ്രേരണ നൽകട്ടെയെന്ന് രമേശ് ചെന്നിത്തല. വളരുന്ന തലമുറയ്ക്ക് ഇന്ദിരാ പ്രിയദർശിനി മാതൃകയാവട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൃഷി വിളവെടുപ്പിന് ശേഷം പുതുവത്സരത്തിന് ആരംഭം കുറിക്കുന്ന മേടമാസത്തിൽ കേരളത്തിന് പുതിയ പ്രത്യാശ നൽകുന്ന സർക്കാർ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രിയദർശിനി കൾച്ചറൽ സൊസൈറ്റിയുടെ വിഷുദിനാഘോഷം തൃശൂർ താണിക്കുടം LP സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിഷു കട്ടയും വിഷുക്കൈ നീട്ടവും അദ്ദേഹം നൽകി. പ്രിയദർശിനി കൾച്ചറൽ സൊസൈറ്റി പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ജോൺസൺ മല്ലിയത്ത്, KPCC ജനറൽ സെക്രട്ടറി MP വിൻസെന്റ്, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS വിനയൻ, ബ്രഹ്മശ്രീ സദാനന്ദൻ നമ്പൂതിരി, ഫാദർ ഫിലിപ്പ് കുര്യൻ, ഉറുമ്പിൽ VS പ്രദീപ്, ഇന്ദിര മോഹൻ എന്നിവർ സംസാരിച്ചു. സെറാഫ് ഒരുക്കിയ അടച്ചുറപ്പുള്ള വീട്ടിൽ ഇനി ആനിക്ക് ആശ്വാസത്തോടെ അന്തിയുറങ്ങാം. സെറാഫ് ചാരിറ്റബിൾ സൊസൈറ്റി പാണഞ്ചേരി പഞ്ചായത്ത് പള്ളിക്കണ്ടം ദേശത്ത് കൈപ്പറമ്പിൽ ആനയുടെ വീട് പുനർനിർമ്മിച്ച് വാസയോഗ്യമാക്കി നൽകി. ചെറുപ്പത്തിലെ പോളിയോ രോഗം ബാധിച്ച് 2 കാലുകളും തളർന്ന ആനി വൃദ്ധയായ മാതാവിനൊപ്പമായിരുന്നു കഴിഞ്ഞിരുന്നത്. മരണത്തിന് മുൻപ് തന്റെ മകളെ അടച്ചുറപ്പില്ലാത്ത സ്വന്തം വീട്ടിൽ എങ്ങനെ ഒറ്റയ്ക്കാക്കി പോകുമെന്നുള്ള ആധിയിലായിരുന്നു അമ്മ. അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നം ബാക്കിയാക്കി ആ മാതാവ് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ലോകത്തോട് വിട പറഞ്ഞു. രാത്രികാലങ്ങൾ ആനി കഴിച്ചുകൂട്ടിയിരുന്നത് സഹോദരന്റെ വീട്ടിലായിരുന്നു. സങ്കടം കേട്ടറിഞ്ഞ് സെറാഫ് 1.5 ലക്ഷം രൂപ ചിലവിൽ ഉറപ്പുള്ള ജനലുകളും വാതിലുകളും വെച്ച് വീടിന്റെ പണികൾ പൂർത്തീകരിച്ച് പെയിന്റ് ചെയ്തു. സെറാഫ് പ്രസിഡന്റ് ഫാദർ CM രാജു താക്കോൽദാനം നടത്തി. ജനറൽ കൺവീനർ എബ്രഹാം നാഞ്ചിറ, വൈസ് പ്രസിഡന്റ് ഈശോ ജോയ്, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ അനിൽ, ഷിബു എന്നിവർ പങ്കെടുത്തു. വടൂക്കര റെയിൽ ഗേറ്റിനു സമീപം വിവേകാനന്ദ റോഡ് മുഗ്ധം 46B കൈപ്പഞ്ചേരി വീട്ടിൽ C മുകുന്ദന്റെ ഭാര്യ ദേവിക മുകുന്ദൻ അന്തരിച്ചു. 59 വയസ്സ്. ദിലീപ് മേനോൻ, അരുൺ മേനോൻ എന്നിവർ മക്കളാണ്. ഡോക്ടർ വീണ നായർ, ഗോപിക ഹരി എന്നിവർ മരുമക്കളാണ്. സംസ്കാരം നടന്നു.
വടക്കാഞ്ചേരി പടിഞ്ഞാറ്റുമുറി വില്ലടത്ത് ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതയായ വിലാസിനിയായിരുന്നു ഭാര്യ. ജയകുമാർ, ജയശ്രീ എന്നിവർ മക്കളും വിമിന, അശോക് കുമാർ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഏപ്രിൽ 15 വിഷു. കൃഷിയെയും കൃഷിക്കാരനെയും ഓർമ്മിക്കാൻ മലയാളികൾക്ക് ഒരു ദിവസം കൂടി വന്നെത്തി. പ്രിയദർശിനി കൾച്ചറൽ സൊസൈറ്റി വിഷുദിനാഘോഷം താണിക്കുടം സ്കൂളിൽ മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. താണിക്കുടം ഭഗവതി ക്ഷേത്രത്തിൽ വിഷു സംക്രമവേല ഏപ്രിൽ 14-ന്. ഉമ്മൻചാണ്ടി സ്മാരക ട്രസ്റ്റ് വിഷു ആഘോഷത്തിന്റെ ഭാഗമായി ട്രസ്റ്റിലെ മഹിളാ കോൺഗ്രസ് അംഗങ്ങൾക്കും മണലിത്തറ പ്രദേശത്തെ നിർധനർക്കും പച്ചക്കറി കിറ്റ് വിതരണം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.